ചക്കക്കുരു വെച്ചിട്ടുള്ള കോഫി കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള കോഫി പൗഡറും ഇത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി കോഫിയുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വെള്ള തൊലി ഉണ്ടല്ലോ, ആ മുകൾ ഭാഗത്തുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി, ബ്രൗൺ കളറിലുള്ളത് കളയണ്ട. അപ്പോൾ അത് മാത്രം ഒന്ന് ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം കനം കുറച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് ഞാനിതാ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഒരു 2 ദിവസമൊക്കെ ഉണങ്ങി കിട്ടിയാൽ മതി കേട്ടോ, നല്ല വെയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കാപ്പിക്കുരു ഒക്കെ വറുത്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ചക്കക്കുരു എടുക്കുമ്പോൾ നമ്മൾ നല്ല മൂത്ത ചക്കയുടെ കുരു വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നല്ല പൊടിയുള്ള ചക്കക്കുരു വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ വെയിൽ കൊള്ളുന്നതിൻ്റെ ദിവസത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഉണക്കം. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന നല്ല കനത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ വരും കേട്ടോ ഉണങ്ങാൻ. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് വറുത്തെടുത്ത് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ ഈ ഒരു കളറായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തണുത്ത് പോകണ്ട കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഒരു മാറ്റി വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ ചൂടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിത് വെച്ചിട്ടൊരു കോഫി റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ, ചക്കക്കുരു വെച്ചിട്ട് ഒരു കോഫി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ ചക്കക്കുരു ഒക്കെ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കോഫി പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചക്കക്കുരു കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് കുടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കോഫിയുടെ അതേ ഒരു ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു നോർമൽ ടേസ്റ്റ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ ചൂടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അല്ലാതെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെയായിരിക്കും, ബ്രൂവിൻ്റെ പോലെ ആയിരിക്കും, നെസ്കഫേൻ്റെ പോലെ ആയിരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഒരു നോർമൽ ടേസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്